നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 2 ഞായറാഴ്ച. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ജൂതവിരുദ്ധ അക്രമങ്ങൾ സംസ്ഥാനത്ത് തുടർച്ചയാകുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത NSW പ്രീമിയർ ക്രിസ് മിൻസ് സിഡ്നിയുടെ വിവിധയിടങ്ങളിൽ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അന്വേഷണവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തു. NSW പോലീസിന്റെ സ്ട്രൈക്ക് ഫോഴ്സ് പേളിന് കീഴിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 40 ഉദ്യോഗസ്ഥരെ ഇതിനായി വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ആരാധനാലയങ്ങൾക്കും സ്കൂളുകൾക്കും സമീപം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിടുന്നവരെ പിടികൂടാൻ സെക്യൂരിറ്റി ഫോഴ്സുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. സിഡ്നിയുടെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ വർദ്ധിച്ചുവരുന്ന സംഭവങ്ങൾ തടയാൻ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുക. കൂടാതെ NSW ഗവൺമെന്റിന്റെ വിദേശ പ്രസംഗ നിയമനിർമ്മാണം പാർലമെന്റിലേക്ക് കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒന്നിലധികം പലിശ നിരക്ക് വെട്ടിക്കുറിച്ചിട്ടും മുൻ വർഷത്തെ അപേക്ഷിച്ച് 2025 ഭവനവിലയുടെ വളർച്ച കുറയുമെന്ന് പഠനം. കൺസൾട്ടിംഗ് സ്ഥാപനമായ KPMG ആണ് പുതിയ ഗവേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2024 വീടിന്റെ ശരാശരി വില 5% വർദ്ധിച്ചതിനു ശേഷം വരും വർഷത്തിൽ വീടുകളുടെ വില വെറും 3.3% ഉയരുമെന്നാണ് കണക്ക്. അടുത്ത 12 മാസത്തിനുള്ളിൽ വീടുകളുടെ വില ദേശീയ തലത്തിൽ 3.3% വർദ്ധിക്കും. എന്നാൽ 2026 ഇത് 6%. ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരങ്ങളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ 6 മാസത്തെ പ്രോപ്പർട്ടി റിപ്പോർട്ടാണിത്. 2025 അപ്പാർട്ട്മെന്റുകളും ടൗൺ ഹൌസുകളും ഈ വില 4.6% വർദ്ധിക്കുകയും അടുത്ത വർഷം 5.5% വർദ്ധിക്കുകയും ചെയ്യും. വെട്ടിക്കുറിച്ച പലിശ നിരക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിലെ വർധനവല്ല നിലവിൽ മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ 2025 രണ്ടാം പകുതിയിൽ വില വളർച്ച കൂടുതൽ പ്രകടമാക്കുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സിഡ്നിയിൽ സ്വസ്തിക ഉൾപ്പെടെയുള്ള നാസി ചിഹ്നങ്ങൾ വരച്ചുവെന്നാരോപിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കിങ്സ് പോണ്ടിലെ ആൻസാക് പരേഡിൽ ഒരാൾ മാർക്കർ പേന ഉപയോഗിച്ച് ചുവരിൽ എഴുതുന്നതായി പോലീസ് കണ്ടെത്തി. ഇതിനെ തുടർന്ന് 37-കാരനായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. യഹൂദ വിരുദ്ധത കൂട്ടകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ന്യൂ സൗത്ത് വെയിൽസ് പോലീസാണ് അറസ്റ്റ് വിവരം പുറത്തറിയിച്ചത്. നാസി ചിഹ്നവും സ്വസ്തികയും ഉൾപ്പെടെ നിരവധി ഡ്രോയിങ്ങുകളും എഴുത്തുകളും മതിലിൽ കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. പ്രതിയെ ഇന്നലെ പാരമെറ്റ ലോക്കൽ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാൾക്ക് ജാമ്യം നിഷേധിച്ചു. കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. സർവകലാശാലകൾക്കെതിരായ വിദ്യാർത്ഥികളുടെ പരാതികൾ അന്വേഷിക്കാൻ നാഷണൽ സ്റ്റുഡന്റ് ഓംബുഡ്സ്മാന് അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നലെ മുതലാണ് അധികാരം പ്രാബല്യത്തിലായത്. സാറ ബെന്റൽ നയിക്കുന്ന നാഷണൽ സ്റ്റുഡന്റ് ഓംബുഡ്സ്മാനും കോമൺവെൽത്ത് ഓംബുഡ്സ്മാൻ ഗ്ലെൻ ആൻഡേഴ്സനും പരാതികൾ അന്വേഷിക്കുന്നതിന് റോയൽ കമ്മീഷന് തുല്യമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ഓംബുഡ്സ്മാന് നിരവധി പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കഴിയുമെന്നും സർവകലാശാലകളെ കണക്കിലെടുക്കുവാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്നും ബെന്റൽ പറഞ്ഞു. പരാതി നൽകുന്നത് മോശമായ കാര്യമല്ലെന്നും മറ്റുള്ളവർക്ക് ഇതേ പ്രശ്നം അനുഭവപ്പെടാതിരിക്കാൻ മാറ്റം സൃഷ്ടിക്കുവാൻ ഇത് സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ കർശനമായി അന്വേഷിക്കാൻ ഓംബുഡ്സ്മാന് കഴിയുമെങ്കിലും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ തടയുന്നതിനും പ്രതികരിക്കുന്നതിനുമായി ദേശീയ ഉന്നത വിദ്യാഭ്യാസ കോഡ് രൂപീകരിക്കുന്നതിനുള്ള നിയമനിർമ്മാണം ഫെഡറൽ സർക്കാർ അടുത്ത ആഴ്ച അവതരിപ്പിക്കും. സർവകലാശാലകൾ തങ്ങളുടെ സ്ഥാപനങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും പ്രതികരിക്കുന്നതിനുമുള്ള പുതിയ കോഡിന് കീഴിലുള്ള അവരുടെ ബാധ്യതകൾ പാലിച്ചില്ലെങ്കിൽ ധനസഹായം വെട്ടിക്കുറയ്ക്കൽ, സർവകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയൽ തുടങ്ങി നിരവധി കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സർക്കാർ അറിയിച്ചു. ബ്രിസ്ബെയിനിൽ നിന്ന് പലാവിലേക്കുള്ള ക്വാണ്ടാസിന്റെ ആദ്യ സർവീസ് ആരംഭിച്ചു. ബ്രിസ്ബെയിനും പലാവിനും ഇടയിലെ ഉദ്ഘാടന സർവീസ് ഇന്നലെയാണ് ആരംഭിച്ചത്. നൗറു എയർലൈൻസിന്റെ കരാർ കാലഹരണപ്പെട്ടതിനു ശേഷം ദേശീയ വിമാന കമ്പനി കരാർ ഏറ്റെടുക്കുകയായിരുന്നു.
സൺഷൈൻ സ്റ്റേറ്റിനെ പസഫിക് ഐലൻഡ് ഹോട്ട്സ്പോട്ടുമായി ഇനി മുതൽ ക്വാണ്ടാസ് ബന്ധിപ്പിക്കും. ക്വാണ്ടാസ് എല്ലാ ശനിയാഴ്ചകളിലും നേരിട്ട് 6 മണിക്കൂർ ഫ്ലൈറ്റുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. കുറഞ്ഞത് നവംബർ വരെയെങ്കിലും സർവീസ് നടത്തും. രാജ്യത്തെ 300-ലധികം ദ്വീപുകൾ സന്ദർശിക്കുവാനും ആസ്വദിക്കുവാനും പുതിയ സർവീസുകൾ വഴി ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് സാധിക്കും. വീക്കെൻഡുകളിലുള്ള സർവീസുകൾ പ്രയോജനകരമാകുമെന്നാണ് പലാവു ടൂറിസം ഓപ്പറേറ്റർമാരുടെ പ്രതീക്ഷ. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തെക്കൻ തീരത്തിന് സമീപം കാട്ടുതീ അണയ്ക്കുവാനുള്ള ശ്രമത്തിനിടെ അഗ്നിശമന സേനാംഗങ്ങൾക്ക് പൊള്ളലേറ്റു. വോളണ്ടിയർ അഗ്നിശമന സേനാംഗങ്ങളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. എസ്പെറൻസിൽ നിന്ന് 32 കിലോമീറ്റർ പടിഞ്ഞാറ് ഡാലിയപ്പിലാണ് തീ പടർന്നതെന്ന് എസ്പെറൻസ് ഷെയർ പറഞ്ഞു. എസ്പെറൻസിൽ സമീപമുള്ള കാട്ടുതീയിൽ ഏകദേശം 1500ഓളം ഹെക്ടർ കത്തിനശിച്ചിട്ടുണ്ട്. നിസാര പരിക്കുകളാണ് ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടുള്ളതെന്നും പുക ശ്വസിച്ചതും ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും പരിക്കേറ്റ 3 അഗ്നിശമന സേനാംഗങ്ങളെയും ഡിസ്ചാർജ് ചെയ്തതായി വെസ്റ്റേൺ ഓസ്ട്രേലിയ കൺട്രി ഹെൽത്ത് സർവീസ് അറിയിച്ചു. ക്വീൻസ്ലാൻഡിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനുമുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജീവൻ അപകടപ്പെടുത്തുന്ന വെള്ളപ്പൊക്കവും 600 മില്ലിമീറ്ററിൽ കൂടുതൽ മഴയും പ്രദേശത്തെ വെള്ളത്തിനടിയിലാക്കുമെന്ന പ്രവചനമുള്ളതിനാൽ വടക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിലെ നിവാസികൾ ഒഴിഞ്ഞുമാറുവാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൺസൂൺ ട്രഫറിനുള്ളിൽ വരുന്ന ന്യൂനമർദ്ദം കനത്ത മഴയ്ക്ക് കാരണമാകും. ഇത് കെയ്ൻസ് മുതൽ മക്കേ വരെയുള്ള നിവാസികൾക്ക് ഭീഷണിയാണ്. 24 മണിക്കൂറിനുള്ളിൽ അപകടകരമായ വെള്ളപ്പൊക്കം പ്രതീക്ഷിക്കുന്നതിനാൽ ടോൺസ്വില്ലെ ലോക്കൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രൂപ്പ്, ക്ലൂഡൻ, ഹെർമിറ്റ് പാർക്ക്, ഇഡാലിയ, റെയിൽവേ എസ്റ്റേറ്റ്, റോസ്ലിയ എന്നിവിടങ്ങളിൽ ജനങ്ങളോട് ഒഴിഞ്ഞുപോകുവാൻ അടിയന്തര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് സുരക്ഷിതവും ഉയർന്നതുമായ ഒരു സ്ഥലം കണ്ടെത്തുവാനും അവിടേക്ക് മാറാൻ തയ്യാറാകണമെന്നാണ് താമസക്കാരോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അടിയന്തര സേവനങ്ങൾ ഉൾപ്പെടെ ഉള്ളവ പ്രദേശങ്ങളിൽ സാഹചര്യം നേരിടാൻ സജ്ജമാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഗാലി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വിജയം. ഒരു ദിവസം ബാക്കി നിൽക്കെ ഇന്നിംഗ്സിനും 242 റൺസിനുമാണ് ഓസ്ട്രേലിയ വിജയിച്ചത്. ഇതോടെ 2 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ 1-0 ലീഡ് നേടി. 43 വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ശ്രീലങ്കയുടേത്. സ്പിന്നർമാരായ നഥാൻ ലിയോണും മാത്യു കുഹ്ൻമാനുമാണ് ഓസ്ട്രേലിയയെ ഇന്നിംഗ്സിനും 242 റൺസിന്റെ വിജയത്തിലേക്കും നയിച്ചത്. കുഹൻമാൻ 9ഉം ലിയോൺ 7ഉം വിക്കറ്റ് നേടി. ശ്രീലങ്കയ്ക്ക് വേണ്ടി ചണ്ഡിമൽ 72 റൺസ് എടുത്തു. ഇരട്ട സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഫെബ്രുവരി 6 മുതൽ 10 വരെയാണ് 2ാം ടെസ്റ്റ് മത്സരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.